ഹലോ, ദർശോവീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്കാണ് വന്നേക്കുന്നത്. ഞങ്ങളൊരു സിറ്റി ബ്രേക്കിന് വേണ്ടിയിട്ട് 3 ഡേ ക്വിക്ക് ട്രിപ്പിന് പോവാണ്. ഞാൻ നിങ്ങൾക്ക് 3 ക്ലൂസ് തരാം കേട്ടോ, എവിടേക്കാണ് ഞങ്ങൾ പോണേന്ന്. നിങ്ങൾ ഗെസ് ഉണ്ടെങ്കിൽ കമൻസിലിടണേ. അപ്പോൾ ഫസ്റ്റത്തെ ക്ലൂ എന്ന് വെച്ചാൽ 1 ഓഫ് ദി 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് ഈ സിറ്റിയിലാണ് ഉള്ളത്. സെക്കൻഡ് ക്ലൂ എന്ന് വെച്ചാൽ ഇവിടെ ആണെങ്കിൽ ഒരു ഫൗണ്ടൻ ഉണ്ട്. ആ ഫൗണ്ടനിൽ നമ്മൾ ഒരു കോയിൻ ഇട്ടാൽ വീണ്ടും നമ്മൾ ഈ സിറ്റിയിലേക്ക് വരുന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി തേർഡ് ആൻഡ് ഈസിയസ്റ്റ് ക്ലൂ എന്ന് വെച്ചാൽ ഈ സിറ്റിയുടെ ഉള്ളിലാണ് വേൾഡ്സ് സ്മോളസ്റ്റ് കൺട്രി ഉള്ളത്. പ്രത്യേകിച്ച് ഇയർ 2025 ഈ സിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വർഷം തന്നെ ഇവിടെ വരാൻ പറ്റിയതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട്. അപ്പം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു, കാർഡ് തന്നു, ഞങ്ങൾ റൂമിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും റൂംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾ എടുത്തേക്കണത് ഈ വിസ്താസ് റൂമാണ്. വിസ്ത റൂമിലും അവർ ആക്സസിബിൾ ആയിട്ടുള്ള റൂമാണ് ഞങ്ങൾക്ക്. എനിക്കെന്നാൽ ഞങ്ങൾ ഭയങ്കര ലാസ്റ്റ് മിനിറ്റാണ് ബുക്ക് ചെയ്തത്. അപ്പം അതിൻ്റെ ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ വാഷ്റൂമൊക്കെ ആക്സസിബിൾ ടോയ്ലറ്റാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ഒക്കെയാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് കാണാം. സൂം ചെയ്തേ കിടക്കുന്ന ഒരു ഫ്ലൈറ്റ് കാണാം. പിന്നെ ഇവിടെ ഞാൻ വേറൊരു വീഡിയോ കണ്ടായിരുന്നേ, റൂം ടൂറിൻ്റെ. അവരും ഈ ലൈറ്റിങ്ങിനെ പറ്റി ഭയങ്കരമായിട്ട് പറയണ്ടായിരുന്നു. നല്ല ഭംഗി. ഈ ഹോട്ടലിൻ്റെ പേര് ബ്ലോക്ക് എന്നാണ്. അപ്പോൾ അവർ ആ തീമിന് തന്നെ യോജിച്ചിട്ടൊരു ബ്ലോക്ക് ഓഫ് ലൈറ്റ് അയച്ചേക്കണത് നല്ല ഭംഗിയായിട്ട് തോന്നി. ഫിനിഷിങ് ഒക്കെ എനിക്കെന്തോ നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല രസം. ഇത് നല്ല വലിയ മിററുണ്ട്. അപ്പം ഞങ്ങൾ ഈ റൂം booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. ഞങ്ങളിപ്പം ഗാറ്റ്വിക് എയർപോർട്ടിലെ സൗത്ത് ടെർമിനലിലാണ്. നാളെ രാവിലെ ഞങ്ങൾക്ക് ഏർലി മോർണിംഗ് 6 AM ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്. ഈ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലും ഉണ്ടായിരുന്നു, ബ്ലോക്ക് എന്ന് പറഞ്ഞതും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കപ്പോൾ ഇവിടെ ഇച്ചിരി കൂടി ചീപ്പറായിട്ടും തോന്നിയത്. പിന്നെ അപ്പോൾ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല പുതിയ എക്സ്പീരിയൻസ്. ഞാനും ജിമിൻ ചേട്ടനും ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ താമസിക്കണത്. അപ്പം പുതിയ എക്സ്പീരിയൻസ്, നല്ല രസം. അപ്പം അങ്ങനെയൊക്കെയുള്ളൂ. ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്ന് നിങ്ങൾ ഗസ് ചെയ്തോ. എനിക്ക് ആകെ അണ്ടർ 50 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എന്നാലും എന്തെങ്കിലും നിങ്ങൾക്ക് ഗസ് ഉണ്ടെങ്കിൽ ഇട്ടോ, നല്ലതായിരിക്കില്ലേ? ഓക്കെ, എന്നാൽ പിന്നെ കാണാം. ബൈ.